നമ്മുടെ ലോറി ഉടമ മനാഫ് വീണ്ടും ചർച്ചയാവുകയാണ്. ആ ചർച്ചകൾക്ക് വഴി ഒരുക്കുന്നതും മനാഫ് തന്നെയാണ്. മനാഫ് ആരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല. കഴിഞ്ഞ ദിവസം മനാഫ് ഒരു വീഡിയോ യൂട്യൂബിലിട്ടു. അത് മറ്റാരെക്കുറിച്ചുമായിരുന്നില്ല. നമുക്കറിയാം, ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആധികാരിക വിഷയങ്ങളെക്കുറിച്ച് വളരെയധികം രസകരമായി കൊണ്ടും കൃത്യമായി കൊണ്ടും മറുപടി നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സുഹൂരി ഉസ്താദിനെ കുറിച്ചായിരുന്നു. അൻസാരി സുഹൂരി ഉസ്താദിൻ്റെ 2 വീഡിയോകൾ എടുത്തു വെച്ചിട്ടാണ് മനാഫ് ചില കാര്യങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു വെച്ചത്. ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല, ഉസ്താദ് പറഞ്ഞത് മോശമായി പോയി, ഇതിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ മനാഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, അൻസാരി സുഹൂരി ഉസ്താദിൻ്റെ ഒരു സംസാര ശൈലിയുണ്ട്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടികളിൽ തമാശ കൊണ്ടുവരാറുണ്ട്. ഒരു തമാശ രൂപത്തിൽ, ഒരു ഹാസ്യരൂപത്തിൽ അദ്ദേഹം മനോഹരമായി കൊണ്ട് പറയുന്ന ഒരു മറുപടി കേൾക്കാൻ തന്നെ നല്ല രസമാണ്. ഒട്ടുമിക്ക വീഡിയോകളിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ മറുപടി നൽകാറുള്ളത്. അത്തരത്തിലായിരുന്നു ഒരു യുക്തിവാദിയായ ഒരു സ്ത്രീ. ആ സ്ത്രീ ഇസ്ലാമിൻ്റെ പേര് നടത്തിയ ഒരു പച്ചക്കള്ളം, ആ ഒരു പച്ചക്കള്ളത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഉസ്താദും മറ്റൊരു ഉസ്താദും കൂടി 2 പേർ കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ഹാസ്യരൂപത്തിലുള്ളൊരു വീഡിയോ. ആ വീഡിയോയിൽ അവിടെ 2 പേരും സംസാരിക്കുന്ന സമയത്ത് 2 ഉസ്താദുമാരും കൂടി ചേർന്ന് മനാഫ് എന്ന് പറയുന്നൊരു പേര് അവിടെ പ്രതിപാദിക്കുന്നതായി കാണാം. എന്തുകൊണ്ടാണ് മനാഫ് എന്ന് പറഞ്ഞ പേര് ഉസ്താദുമാർ അവിടെ പ്രയോഗിച്ചു എന്നുള്ളത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ലോറി ഉടമ മനാഫിന് അത് അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലത്രേ. അപ്പോൾ അതിനായിരുന്നു മനാഫ് പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് മനാഫ് പറഞ്ഞ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് വീഡിയോ ചെയ്യുന്നത്, ഞാൻ വീഡിയോ ചെയ്യരുതെന്ന് വിചാരിച്ച ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് പലരും എനിക്കൊരു വീഡിയോ അയച്ചു തരുന്നു. ഒരു ഉസ്താദ്, പേര് അൻസാരി ഉസ്താദ്. ഞാൻ കാണാറുണ്ട് ഈ ഉസ്താദിന്റെ പ്രസംഗം. പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്തായിട്ട് ചെയ്ത വീഡിയോ ആണ്. ഈ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കി, ബാക്കി എന്നിട്ട് പറയാം. സൂറത്ത് 9 തൗബ അൽ അനാഫ് എന്ന സൂറത്തുകളില് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ്. അപ്പം ആ ഒരു തരത്തിൽ ഇവരൊക്കെ യഥാർത്ഥ വർഗീയവാദികൾ. അടക്കമുള്ള ആളുകൾ, സ്കൂളിൽ പഠിച്ചു ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ ആളുകളെയും സ്കൂളുകളെയും വേർതിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ്, ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ്, ഇത് തന്നെ ഏറ്റവും വൃത്തികേട്. മനസ്സിലായി? ഇവരാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടായത്. സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു പോകാൻ പറയും. ഹിന്ദു മുസ്ലിം കേട്ടത് ആ കൊച്ചിന് വേറെ പറയാനുണ്ടോ? ആ ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞപ്പോ സൂറത്തിൽ പടച്ചോനെ വീണ്ടും മനാഫ് എന്ന് പറയുന്നത് 2 തീരുമാനം. മുസാഫിൽ ഖുർആൻ കണ്ടെന്നുണ്ടെന്ന് പറഞ്ഞാൽ തൗബയുടെ കൂടെ മനാഫ് ഉണ്ടാവും. ഏതായി മനാഫ്? ഒരു താമസമാകാൻ സാധ്യതയുള്ളത് മനാഫ് കുട്ടിയുമായി നമ്മൾ പരിചയമുള്ള മനാഫാണ്. അർജുന്റെ മനാഫ് അങ്ങനെ പറയും, മനാഫ് അങ്ങനെ പലതും പറയും. അറിയാം, നോക്കാം ബാക്കി. എന്റെ പൊന്നാ റിസ്വാൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മതത്തെയോ മതത്തിന്റെ ഗ്രന്ഥത്തെയോ അതിന്റെ അധ്യായങ്ങളെ ഒന്നും അറിയാൻ വയ്യ, അതിന്റെ പേര് പോലും പറയാൻ അറിയാൻ വയ്യ ആളുകൾ അവിടെ വന്നിട്ട് മനാഫ് പറഞ്ഞിട്ടുണ്ട്, ലോറി മനാഫ് പറഞ്ഞിട്ടുണ്ട്, ലോറി മനാഫ് പറഞ്ഞു. ഇന്ത അവസ്ഥ 1.5 കിലോ കുട്ടിയും 1/2 കിലോ റെഡോക്സ് അടിച്ചോണ്ട് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാം. ഇതാണ് ആ ഒരു വീഡിയോ. ഞാനിതിൽ എവിടെയില്ല. സത്യത്തിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ഞാനിത് ഒഴിവാക്കിയത്, അത് കുറച്ചായി എനിക്ക് പലരും അയച്ചു തരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച്. പറയാനുള്ള കാരണം ഉണ്ട്. അതായത് ഈ താടിയും തലപ്പാവും ഇതൊക്കെ വെച്ച് ഒരു മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് പാലിച്ചും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അത് വളരെ മോശമാണ് ഉസ്താദെ. ഉസ്താദിൻ്റെ തന്നെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ആരെയും വ്യക്തിഹത്യ ചെയ്യലില്ല, അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ. ഉസ്താദ് ഇപ്പം എന്താ ചെയ്തത്? മനാഫ് പലതും പറയും. മനാഫല്ല ഉസ്താദെ പറയണത്, ഉസ്താദാണ് പലതും പറയുന്നത്. ഉസ്താദ് പറയണതിന് ഒരു കയ്യും കണക്കില്ലാതായിരിക്കണം. ഈ ഉസ്താദിൻ്റെ വീഡിയോ പഴയതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയെങ്കിലും ആകും. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ മനാഫ് ആ വീഡിയോ കണ്ടിരുന്നു. അന്നൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള മനാഫിൻ്റെ ആ ഒരു ഉദ്ദേശം ഇനി എങ്ങാനും യൂട്യൂബ് ചാനൽ എന്തെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടിയാണോ മറ്റോ എന്താണെന്നറിയില്ല. ഇവിടെ മനാഫിനെ കളിയാക്കാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഉസ്താദ് ഒരിക്കലും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മനാഫിൻ്റെ പേരെടുത്ത് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി ഉസ്താദ് അങ്ങനെ ചെയ്തു എന്നാണ് ഇവിടെ മനാഫ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാകണം. അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനൊരു സമയത്ത് ഉസ്താദ് പ്രതികരിക്കുമ്പോൾ
അതിനെ ഒരു തമാശയായി മാത്രം കണ്ടാൽ മതിയാകും. അതിനെ എടുത്തിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഉസ്താദ് അങ്ങനെ കാണിച്ചു, അത് മോശമായി പോയി എന്നൊക്കെ പറയുന്നത് ഇത് ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. കഴിഞ്ഞില്ല, മനാഫ് അൻസാരി സുഹൂരി ഉസ്താദിൻ്റെ മറ്റൊരു വീഡിയോ എടുത്ത് പ്രതികരിക്കുന്നുണ്ട്. പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു RSSൻ്റെ നേതാവ്, ആ ഒരു നേതാവ് നടത്തിയ ഒരു വർഗീയമായ ഒരു പരാമർശത്തെക്കുറിച്ച് അൻസാരി സുഹൂരി ഉസ്താദ് മറുപടി നൽകിയിരുന്നു. ആ വീഡിയോയുമൊക്കെ എടുത്തിട്ട് അത് തെറ്റായി പോയി, മോശമായി പോയി എന്നൊക്കെ മനാഫ് പറയുന്നുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒരു മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ടാക്കിയ അടുത്തൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ജനസംഖ്യാ വർധനവ് നേരില് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയും പ്രതീക്ഷ. നല്ല ഒന്നാം തരം മട്ടൻ ബിരിയാണി വെച്ചിട്ട് വരാം. നല്ല മട്ടൻ ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ നല്ല നാടൻ കോഴി കാച്ചി. ഞാൻ അതും പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നല്ല ഈന്തപ്പഴം ഉണ്ടല്ലോ, നല്ല ഈന്തപ്പഴം, അതുപോലെ ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത്, ഇതൊക്കെ നമ്മൾ കഴിക്കാൻ പ്രതീക്ഷിച്ചാതെ എന്നിട്ട് രണ്ടാമത് കുട്ടി ഉണ്ടായി പോകുന്നുള്ള ഭയത്തിൽ എങ്ങനെ ചെലവിൽ കൊടുക്കുമെന്നുള്ള ആശങ്കയിൽ ആയുധം പൂജ കൊടുക്കാതെ നേരെ വീട്ടിലോട്ടിരിക്കും. എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നതും അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതെന്നും എന്തിനാ ആശങ്കപ്പെടുന്നത്? ഇതിനൊക്കെ നല്ല സ്വന്തം വീട്ടിലേക്കല്ലേ? എന്നിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനം വിളിച്ചിട്ട് അടിച്ചങ്ങോട്ട് വിളിക്കാൻ പിള്ളേരാകട്ടെ എല്ലാവർക്കും ചാളപ്പുറം പിള്ളേരാകട്ടെ. അല്ല, ഇതൊക്കെ നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിമുകളെ റബ്ബറിട്ട് വിട്ടെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല. കാരണം ഈ കഷ്ടപ്പെടുന്നവരും അധ്വാനിക്കുന്നവരൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ശരി ആശ്വാസം കിട്ടുന്നത് അവരുടെ സ്വന്തം ഭാര്യയോടൊപ്പം ഉള്ള ആ നിമിഷമാണ്. ഞാൻ കേൾക്കില്ല. ഇതാണ് ഉസ്താദ് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് ഭാഷയിലൊരു പാഞ്ചൊല്ലുണ്ട്, എല്ലാ വഴിക്കും വിളി കേൾക്കരുത്. കണ്ണ് കണ്ട എല്ലാ കാര്യങ്ങൾക്കും അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കല്ലേ. ഇതിന്റെ ഈ ഒരു വീഡിയോന്റെ താഴെയുള്ള കമന്റുകൾ ശ്രദ്ധിച്ചു. ഉസ്താദ് ഒരു കാര്യം ചെയ്താളി, ഒന്നെങ്കിൽ താടി അടിച്ച് തൊപ്പിയൊക്കെ ഒഴിവാക്കി ഒരു ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് പറഞ്ഞോളി, നോ പ്രോബ്ലം. അല്ലാതെ ഇത്തരത്തില് ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഇതിന്റെ അടിയിലുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു. ഉസ്താദായിട്ട് ഇതിന് നിൽക്കരുത്. നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഉസ്താദ്, നല്ല നല്ല കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. പക്ഷേ ഉസ്താദ് ഉദ്ദേശിക്കുന്നതിന് നേരെ വിപരീത ഫലമാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ കൂടുകയുള്ളൂ. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകോപനം ഉണ്ടാവാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഉസ്താദിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഉസ്താദ് മറ്റുള്ളവരെ കളിയാക്കുന്നതിന് ഒരു പരിധി വെക്കുക. ഒരു തരത്തിലും ആ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ഇല്ലാത്തതാണ്. അപ്പം മനാഫ് പലതും പറയും എന്നുള്ളത് ഒക്കെ പറയുമ്പോൾ ആ ഒരു കണത്തിൽ കൂട്ടിയാൽ മതി. ഇതിനെയും ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് പറയാണ്, ഉസ്താദ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മറ്റുള്ള മതങ്ങളെ വേദനിപ്പിക്കാതെ, മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കാതെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഉസ്താദിന് മറുപടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചിട്ട് പറയാണ്, ഈ ഒരു വീഡിയോ 2 വീഡിയോ ഒഴിവാക്കാമായിരുന്നു. ഉസ്താദ് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുന്നുവെന്നാണ് മനാഫ് പറഞ്ഞു വെക്കുന്നത്. ഉസ്താദ് എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഇടപെടാറില്ല. മതപരമായ ചില വിഷയങ്ങളിൽ വർഗീയത പറയുന്ന ചില ആളുകൾക്കെതിരെ അദ്ദേഹം മറുപടി നൽകാറുണ്ട്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം അതിനെ കൃത്യമായി കൊണ്ട് തന്നെ അതിനെ ആധികാരികമായി മറുപടി പറയുന്ന വ്യക്തിയാണ് അൻസാരി സുഹൂരി ഉസ്താദ്. പിന്നെ ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മതസ്പർദ്ധയുണ്ടാകുമെന്നൊക്കെയാണ് മനാഫ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം, അൻസാരി സുഹൂരി ഉസ്താദ് ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സുകളിൽ മുസ്ലിം സഹോദരങ്ങളെ മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളെയും കാണാൻ സാധിക്കും. കാരണം കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും ആ ഒരു സ്നേഹത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള സംഖ്യകൾക്ക് അദ്ദേഹം മനോഹരമായി കൊണ്ട് തന്നെ മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമെന്നോണം ഹൈന്ദവ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അൻസാരി സുഹൂരി ഉസ്താദ് അവിടെ മതസ്പർദ്ധയുണ്ടാക്കുകയല്ല, നേരെ മറിച്ച് ആ ഒരു മതസ്പർദ്ധയുണ്ടാക്കുന്നതിൽ നിന്നും ആളുകളെ തടയുകയാണ് ചെയ്യുന്നത് എന്ന് മനാഫ് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മനാഫ് പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ വീഡിയോയുടെ താഴത്തെ കമൻറ്റുകളൊന്ന് നോക്കാനാണ് മനാഫ് പറയുന്നത്. ഇത് പറയുന്ന മനാഫ് ആദ്യം ഈ ഉസ്താദിനെതിരെ ചെയ്ത ഈ വീഡിയോയുടെ താഴെ വന്ന കമൻ്റ് ഒന്ന് നോക്കിയായിരുന്നു. മനാഫിനെ ആളുകൾ ഇങ്ങനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. മനാഫിൻ്റെ നിലവാരം താഴ്ന്നു പോയി എന്ന് ആളുകൾ ഇങ്ങനെ പറയുകയാണ്. അൻസാരി സുഹൂരി ഉസ്താദിനെ ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ മനാഫ് ചെയ്ത ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾ പോലും അൻസാരി സുഹൂരി ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്.